ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ 35-40 മിനിറ്റൊക്കെ ബേക്ക് ചെയ്യേണ്ടി വരും. ഈ ഒരു രീതിയിൽ 10 മിനിറ്റ് കൊണ്ട് പ്ലം കേക്ക് റെഡിയാക്കിയെടുക്കാം. ഓവനൊന്നും യൂസ് ചെയ്യുന്നില്ല. ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയിലാണ് ഈ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് പ്ലം കേക്കിന് വേണ്ട കാരമൽ റെഡിയാക്കാം. അതിനു വേണ്ടി 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറാക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പിന്നെ കേക്കിനൊരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഗോൾഡൻ കളറാക്കി എടുക്കാൻ. ഇപ്പോൾ കളറ് മാറി വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഗോൾഡൻ കളറാക്കണം. ഇതിപ്പോൾ ഇവിടെ കാരമൽ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് സൂക്ഷിച്ചൊഴിക്കുക. ഒഴിക്കുമ്പോൾ തന്നെ ബബിൾസ് വരാൻ തുടങ്ങും. അപ്പോൾ ഫേസിലൊന്നും ആവാതെ സൂക്ഷിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാം. ഇതിപ്പോൾ കുറച്ച് നേരം തിളപ്പിച്ച് ഇനി ഇത് മാറ്റി വെക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇടാം. അപ്പോൾ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റാം. മൈദ മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറാണ് ചേർക്കുന്നത്. പൗഡർ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേക്ക്. ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ മൈദ തന്നെ ചേർത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ ഇട്ട് കൊടുക്കുക. ഇട്ട് ഒന്ന് അരിച്ചെടുക്കുക. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് കൂടി പോകരുത്, ഒരു നുള്ള് ചേർത്താൽ മതി. ഇനി ഇതൊന്ന് അരിച്ച് ബൗളിലേക്ക് ഇടാം. ഇനി ഇത് ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കേക്കിലേക്ക് വേണ്ടി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട്, കറുത്ത മുന്തിരി, പിസ്ത, കിസ്മിസ്, 1/2 കപ്പ് എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറുത്ത മുന്തിരിയും കാഷ്യൂനട്ടും മാത്രം ഉള്ളെങ്കിലും പ്രശ്നമില്ല, അത് മാത്രം ചേർത്താലും മതി, 1/2 കപ്പ്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മൈദയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നട്ട്സൊക്കെ താഴെയായി പോവും. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗള് നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചിടാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ജാതിക്കാപ്പൊടി. ജാതിക്കാപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പട്ട പൊടിച്ചതും ഏലക്കാപ്പൊടിയും ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് മൈദയും പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച കാരമൽ സിറപ്പും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഈ ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റ് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കുക. തണുത്ത ബട്ടർ ആണെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർത്താൽ മതി. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പ്ലം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി ഒന്ന് ചൂടാക്കുക. ഇതിലേക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. എന്നിട്ട് ഈ ബാറ്റർ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
മുഴുവനും ഒഴിക്കണ്ട, ഇത്രയും ഒഴിച്ചാൽ മതിയാവും. കാരണം ഇത് പൊങ്ങി വരും നന്നായിട്ട്. അപ്പോൾ ഒരു പകുതി ഒഴിച്ചാൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ ഓരോ കാഷ്യൂ നട്ട് വെച്ച് കൊടുക്കാം. ഇനി താഴെ കാഷ്യൂ നട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബാറ്റർ ഒഴിക്കുക. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുക. ഇനി ഇത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം 10 മിനിറ്റ് കുക്ക് ചെയ്യാൻ. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കാം. പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ബൈ.